കൊച്ചു കുട്ടികൾക്ക് റോഡ് വെല്ലേഴ്സിനെ വളർത്താൻ പറ്റുമോ? പല ആൾക്കാരും ചോദിക്കുന്ന കാര്യം. ഞാൻ ഇപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള ടോം ഫോർഡ് കനലാണ്. നമ്മുടെ ടോം ഫോർഡ് കനലിലെ ഓണറായ നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ മോനാണ് ഈ കാണുന്നത് അതുൽ. അതുൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. അതിലിവിടെ മൊത്തം എത്ര ഡോഗ്സ് ഉണ്ട്? 21 പേരുണ്ട്. അതുലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? സാംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാണുന്ന ആളാട്ടോ. സാംബോ ആണ് നമ്മുടെ അതുലിൻ്റെ പെറ്റായിട്ടുള്ളത്. ഈ റോഡ് വെല്ലേഴ്സിനെ അതും പ്രത്യേകിച്ച് ഇത്രയും സൈസുള്ള ഡോഗിനെ വളർത്തുമ്പോൾ പേടിയൊന്നുമില്ലേ? ഡോഗ്സിന് ഒരു പേടിയില്ല. സാംബോയുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്ന മോനാ. ഓക്കെ, എന്തോ കാര്യങ്ങൾ ഒരു ദിവസം എന്നെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ഇവനെ നടപ്പിക്കും, പിന്നെ ഫുഡ് കൊടുക്കും, പിന്നെ ഇവന് റിയലി ഫ്രണ്ട്ലിയാ. ഓക്കെ, ഇവനോട് ഫുൾ ടൈം എന്നോട് തന്നെയാണ്. ഓക്കെ, ബാക്കി കുറേ ഡോഗ്സ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോക്ക് അത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ അതുൽ ഫുൾ ടൈം ഇവൻ്റെ കാര്യമാണ് നോക്കുക. സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും എല്ലാം ഇവനോട് തന്നെയാണ്. ഒരിക്കലും ഒരു കടി അങ്ങനെയുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് വളർത്താൻ പറ്റും. ഇവൻ അത്യാവശ്യം ഗാർഡ് ചെയ്യുമോ? വേറെ ആൾ വന്നു കഴിഞ്ഞാൽ അതുലിനെ പ്രൊട്ടക്ട് ചെയ്യുമോ? നമുക്ക് വീട്ടിലോട്ടൊക്കെ നമുക്കൊരു ഗാർഡിങ്ങിനായാലും പറ്റിയൊരു ഡോഗാണ് നമ്മുടെ ഈ റോഡ് വെല്ലർ. ഒത്തിരി ആൾക്കാർ പറഞ്ഞുതരാണ് വീട്ടിലെ ലേഡീസിന് പറ്റുമോ, അല്ലാതെ കൊച്ചു കുട്ടികളുണ്ട് അവർക്കൊക്കെ റോഡ് വെല്ലേഴ്സിനെ വളർത്തി കഴിഞ്ഞാൽ. കാരണം നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതുലിനെ ഈ പ്രാവശ്യം ഇരുത്തി തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഇനി ഇവനെ പറ്റി പറയാം. നമ്മുടെ സാംബോ ടിമിറ്റർ ഇവിടുത്തുകാരനല്ല, സെർബിയയിൽ നിന്ന് നമ്മുടെ വിഞ്ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഒരു ഫുൾ ടിമിറ്റോർ ഡോഗാണ് നമ്മുടെ കെന്നലിൽ. അതായത് നമ്മുടെ ടിമിറ്റോർ കെന്നലിലെ റെമോ ടിമിറ്റോറിൻ്റെ സെഗ ടിമിറ്റോറിൻ്റെ മോനാണ് കേട്ടോ. ഇവൻ്റെ മക്കളാണ് ഈ കാണുന്നത്. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഇതേപോലെയുള്ള കുറച്ച് ദിവസമായിട്ടുള്ള ആ ഒരു ഡോഗ്സൊക്കെ ഇവൻ്റെ അതേ ഫീച്ചേഴ്സും എല്ലാം തന്നെയുള്ളൊരു കുഞ്ഞ് പപ്പിയാണ് ആ കാണുന്നത് അല്ലേ? നമ്മുടെ സാമ്പോടെ പിള്ളേരല്ലേ ഇത്? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേർക്ക് വളർത്താൻ പറ്റുമല്ലോ. ഒരു പ്രശ്നമില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് വളർത്താം. ഓക്കെ.